സോ വാട്സ് ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പം അങ്ങനെ വീണ്ടും ഒരു മാസത്തിന് ശേഷം ഞാൻ വീണ്ടും ഈ ഗെയിമായിട്ട് എത്തിരിക്കുകയാണ്. ഒരു മാസത്തിന് ശേഷം ഞാനിപ്പോൾ ഈ ഗെയിമിന് വീഡിയോ ഇടാൻ പോണേ. ഈ ഗെയിമിന് നല്ല വീഡിയോ തന്നെ. അപ്പം എന്തായാലും ഞാൻ പ്ലേ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മളിപ്പോൾ ഗെയിമിലോടായിട്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് തോന്നുന്നു എന്തോ റാങ്ക് ചലഞ്ച് കംപ്ലീറ്റ് ആക്കാൻ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നില്ലേ. അപ്പം എന്തായാലും നമുക്ക് ഈ വീഡിയോയിൽ റാങ്ക് ചലഞ്ചിൻ്റെ കംപ്ലീറ്റ് ആക്കാം. പിന്നെ റാങ്ക് ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ലെവൽ 2 ആവുമല്ലോ. ഇപ്പോൾ ലെവൽ 2 എന്തൊക്കെ കിട്ടാന്നൊക്കെ അറിയാം. പിന്നെ അങ്ങനെ കുറേ അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പം എന്തായാലും റാങ്ക് ചലഞ്ച് കംപ്ലീറ്റ് ആക്കാൻ എങ്ങനെയായിരുന്നു, ഫോൺ എടുത്തിട്ടല്ലേ. ഫോൺ ചലഞ്ചസ് റാങ്ക് ചലഞ്ചസ് ഓക്കെ ട്രാക്ക്. ഇപ്പോൾ ഓക്കെ, ചലഞ്ച് മേലെ വന്നിട്ട് ഇനിയിപ്പോൾ സെർവ് 20 ഇനിയിപ്പോൾ ചലഞ്ച് കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ ചലഞ്ച് കംപ്ലീറ്റ് ആണെങ്കിൽ എന്തായാലും ഇനിയിപ്പോൾ ടൈമില്ല. അപ്പോൾ നമുക്ക് ലോൺ ടെൻഡ് ക്ലോസ് ചെയ്യാം. ഡെയിലി റിപ്പോർട്ട് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെയിലി റിപ്പോർട്ട് ഒക്കെ ആവുന്നുണ്ട്. 58 റുപ്യാണ് അന്ന് നമ്മളെ ഏണിംഗ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നെക്സ്റ്റ് ഡേ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ നെക്സ്റ്റ് ഡേ ആയിട്ട് ഇനിയിപ്പോൾ നമുക്ക് റാങ്ക് ചലഞ്ച് കംപ്ലീറ്റ് ആക്കാൻ തുടങ്ങാം. അപ്പോൾ നമുക്ക് ഫസ്റ്റിനെ പോയിട്ട് ലോണ്ടറി ഓപ്പൺ ആക്കാം. ലോണ്ടറി ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കസ്റ്റമേഴ്സ് വരുന്നവരെ വെയിറ്റ് ആക്കാം. കസ്റ്റമേഴ്സ് പറ്റും. അതിന് മുമ്പ് ഞാൻ പോയിട്ട് കുറച്ച് ബില്ല് പേ ചെയ്യാനുണ്ട്. അപ്പോൾ ബില്ല് പോയിട്ട് പേ ആക്കട്ടെ. അപ്പോൾ ബിൽ പേ ഓക്കെ, 2 ബില്ലും പേ ആക്കിയിട്ടുണ്ട്. ഇനി തൊട്ട് നമുക്ക് ഫുള്ള് പട്ടിപ്പണിയാണ്. അപ്പോൾ ഫസ്റ്റ് കിട്ടിയ സാധനം നേരെ വാഷിംഗ് മെഷീൻ കിട്ടുന്നുണ്ട്. അപ്പോൾ കിട്ടുന്ന ഡ്രസ്സൊക്കെ ഞാൻ എടുത്ത് വാഷിങ്ങിന് ഇടട്ടെ. ടൈം ഒട്ടും നമുക്ക് വേസ്റ്റ് ചെയ്യാനില്ല. പിന്നെ വീഡിയോയുടെ ലാഗാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിലേ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് ഗൈസ്. ആണ് ഞാൻ പിന്നെ വീഡിയോ ഒന്നും ഇടാത്തത്. ഇതിപ്പോൾ എന്തോ ഒരു മൈൻഡ് വന്നപ്പോൾ എടുത്താണ് ഈ വീഡിയോ. അപ്പോൾ അതാണ് ഇപ്പോൾ വീഡിയോ ഇട്ടതിൻ്റെ കാര്യം. കസ്റ്റമേഴ്സ് ഒന്നും വരുന്നില്ലല്ലോ. അപ്പോൾ നമ്മളെ ഫസ്റ്റ് സാധനം വായണ്ട്. ഇനിയിപ്പോൾ അത് നേരെ കൊണ്ട് ഡ്രയറിലിടാം. ഓക്കെ, കസ്റ്റമേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെയും ഇപ്പോൾ വരട്ടെ. നമുക്കുണ്ടല്ലോ ഈ വാഷിംഗ് മെഷീൻസ് ഒക്കെ ഒന്ന് അപ്ഗ്രേഡ് ആക്കണം. വാഷിംഗ് മെഷീൻ, ഈ ഡ്രയർ ഇതൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ആക്കണം. വല്ല കുറച്ചുകൂടെ പൈസ ഇട്ടായിട്ട് നല്ല വാഷിംഗ് മെഷീൻ എടുക്കണം. അപ്പോൾ പിന്നെ ഇത്രയും ടൈം എടുക്കില്ല, നമുക്ക് ലാഗ് വരില്ല. ഷട്ടപ്പട്ടേ എന്നിട്ട് എല്ലാം സെറ്റ് ആയിക്കോളും. അപ്പോൾ അതിന് വാഷിംഗ് മെഷീൻ നല്ല പൈസ വേണം, ആണ് സീൻ. ഓക്കെ, അപ്പോൾ ഒരു 19 ഇപ്പോൾ കൊണ്ടിട്ട് അഴിഞ്ഞത് എടുത്തേക്കട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് കസ്റ്റമറിൻ്റെ സാധനം കൊടുക്കാൻ വന്നിട്ടുണ്ട്. 1 നമ്പർ. ഓക്കെ, ആൾക്കാർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ റാങ്ക് ചലഞ്ചിൽ 4 കസ്റ്റമറായി. അപ്പോൾ ഞാൻ വേഗം ഒന്ന് 20 കസ്റ്റമർ ആക്കട്ടെ. കസ്റ്റമർ മാത്രമല്ല ടിപ്പും വേണം, അപ്പോൾ അതും സീനാണ്. അപ്പോൾ നമുക്ക് ടിപ്പും കൂട്ടണം. അപ്പോൾ നമ്മൾ ടൈമൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഷോപ്പ് ക്ലോസ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. 10 മണി ആയിട്ടുണ്ട്. 10 തന്നെ. അപ്പോൾ നമ്മളെ ഷോപ്പ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇപ്പോഴും അലക്കാനുള്ളതുകൊണ്ട് കസ്റ്റമേഴ്സ് വരില്ല. ഇത് മേടിക്കാനുള്ളവർ വരും. അപ്പോൾ അത് കൊടുത്ത് കംപ്ലീറ്റ് ആക്കണം. എന്നാലും നമ്മളെ റാങ്ക് ചലഞ്ച് കംപ്ലീറ്റ് ആയിട്ടില്ല. കാരണം ഇപ്പോഴും 13 പേര് ആയിട്ടുള്ളൂ. 20 പേരാവണം. അപ്പോൾ അത് കംപ്ലീറ്റ് ആക്കാൻ നാളത്തെ ഡേയും കൂടി വേണ്ടി വരും. മിക്കുന്നല്ല എന്തായാലും. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ ഉള്ള പണി ഒന്ന് തീർക്കട്ടെ. ഇന്നത്തെ ഡേ കംപ്ലീറ്റ് ആക്കാനുള്ള പണിയൊക്കെ ഒന്ന് തീർക്കട്ടെ, എന്നിട്ട് വരാം. ഓക്കെ, ഇപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആൾക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ബട്ട് സീനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റാങ്ക് ചലഞ്ച് കംപ്ലീറ്റ് ആവാൻ ഇനി ഞാൻ ഒരാളും കൂടി വന്നാൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പം ടൈം കഴിഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ ആരും വരില്ല. അതൊരു സീനാണ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നാളെ ഇനിയിപ്പോൾ ഇത് റാങ്ക് ചലഞ്ച് കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. ഇന്ന് കംപ്ലീറ്റ് ആക്കാൻ വെച്ചിരുന്നു, പക്ഷെ നടന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഇപ്പോൾ ഇവിടുന്ന് അടിച്ച് വരിയിട്ട് ഷോപ്പ് ഒന്ന് ക്ലോസ് ചെയ്യട്ടെ. എന്നിട്ട് നമുക്ക് വേഗം തന്നെ നാളത്തെ ഡേ ആക്കാം. എന്നിട്ട് റാങ്ക് ചലഞ്ച് കംപ്ലീറ്റ് ആക്കാം. ഞാൻ കംപ്ലീറ്റ് ആക്കാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാഫിന് കിട്ടും ലെവൽ 2 ആയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഓക്കെ, നമ്മളെ ഇത് ഇനിയിപ്പോൾ അവിടെ പോയിട്ട് ഡെയിലി റിപ്പോർട്ട് നോക്കട്ടെ. ഓക്കെ, ഡെയിലി റിപ്പോർട്ട് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഏണിങ്സുള്ളത് $86.57 ആണ്. അപ്പോൾ നെക്സ്റ്റ് ഡേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദിവസം ഉണ്ട്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞത് റാങ്ക് ചലഞ്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ലെവൽ 2 ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റേ സ്റ്റാഫിന് കിട്ടണമെങ്കിൽ പണി കുറച്ചുകൂടെ എളുപ്പം. ഭയങ്കര ലാഗ്. എന്ത് ലാഗ് ഇത്. ഓക്കെ, അപ്പോൾ സ്റ്റാഫിന് കിട്ടും. സ്റ്റാഫ് വന്നിട്ട് നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് പണിയെടുക്കാൻ പറ്റും. ലൈക്ക് നമ്മൾ ഇങ്ങനെ ഇത്രയധികം കഷ്ടപ്പെടുന്ന ആവശ്യമില്ല. സുഖമായിട്ട് നല്ല ഉള്ള പകുതിയെ കുറച്ച് കുറഞ്ഞു കിട്ടും. അപ്പം ഇങ്ങനെ ലെവൽ 2 ആക്കണം. അതിനിപ്പോൾ ഒരു കസ്റ്റമറോട് വന്നാൽ മതി. ടിപ്പിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. $15 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കസ്റ്റമേഴ്സ് ഒരാളും കൂടെ വേഗം വായും. അത് കംപ്ലീറ്റ് ആക്കിയിട്ടാണ് എനിക്ക് സ്റ്റാഫിന് എടുക്കാൻ. അത് ഞാൻ കാണിച്ചു തരാം. നേരെ ഇവിടെ പോവുക, PC ഓപ്പൺ ആക്കുക. ഇതിൽ കണ്ട സ്റ്റാഫ് എന്ന് അടിയിൽ സ്റ്റാഫ് അമർത്തുക. അവിടെ റീച്ച് ലോണ്ടറി ലെവൽ 2 ഇതാണ് ഇപ്പം നമ്മൾ ആവാൻ പോണത്. അപ്പോൾ ഇതായിട്ടുണ്ടെങ്കിൽ നമുക്ക് തേക്കാനും മടക്കാനും ഒരു സ്റ്റാഫ്. അത് ഭയങ്കര വലിയൊരു സുഖമാണ്. സുഖം എന്ന് വെച്ചാൽ ഭയങ്കര വലിയ കാര്യമാണ് തേക്കാനും മടക്കാനും സ്റ്റാഫിന് കിട്ടണേ. അപ്പോൾ അതാവും. പിന്നെ ക്യാഷ്യറിനും കിട്ടും ലെവൽ 2 ആയിട്ടുണ്ടെങ്കിൽ. അതും നല്ല കാര്യം. പിന്നെ 3 ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ബാക്കിയുള്ള കിട്ടുള്ളൂ. വാഷിങ്ങിനും ട്രെയിനിങ് അതിന് 3 ആവണം. അപ്പോൾ 3 ആവാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. അപ്പോൾ എന്തായാലും 2 ഇപ്പോൾ ആവും. അങ്ങനിപ്പോൾ ആൾ വന്നിട്ടുണ്ടാവും. ഓക്കെ, തുണി ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് പോയിട്ട് എല്ലാം ഒന്ന് വാഷ് ചെയ്യട്ടെ. മറ്റേ സാധനമുള്ള തുണി വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ഇതടിക്കണം. പിന്നെ അത് മാത്രമല്ല ലെവൽ 2 ആയിട്ടുണ്ടെങ്കിൽ നല്ല നല്ല വാഷിംഗ് മെഷീൻസ് ഉണ്ടാവും. ആമസോണിൽ കയറിയിട്ടുണ്ടെങ്കിൽ കണ്ട ലെവൽ 2 വാഷറിൽ ഇപ്പോൾ $26. ഇപ്പോൾ ലെവൽ 2 ആയിട്ടുണ്ടെങ്കിൽ പുതിയ വാഷിംഗ് മെഷീൻ ഉണ്ടാക്കും. വലിയ കാര്യമില്ല, എന്നാലും ഉള്ളല്ലേ വെച്ച് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ അതെടുക്കാന്ന് വെച്ചിട്ടാണ്. പിന്നെ ഡ്രയറിലും അങ്ങനെ തന്നെ ലെവൽ 2 ഉണ്ടാവും. അപ്പോൾ അതാണ് വാഷിംഗ് മെഷീൻ ഡ്രൈൻ്റെ അവസ്ഥ. ഇനിയിപ്പോൾ പിന്നെ വേറെ കാര്യമുണ്ട്. ഇത് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ സ്കിൽ എന്നൊരു ഓപ്ഷൻ കണ്ടോ. അത് അമർത്തിയിട്ടുണ്ടെങ്കിലേ നമുക്കിതിൽ നമ്മളെ സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ലൈക്ക് കസ്റ്റമേഴ്സ് എന്നുള്ളതിൽ ഇത് നമ്മൾ $26 കൊടുത്ത് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ വെയിറ്റ് ചെയ്തില്ല നമ്മൾ ഡ്രസ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിൽ 40 സെക്കൻഡ് കൂടും. അത് ഒരു നല്ല കാര്യമാണ്. പക്ഷേ നമുക്ക് അതിന് അത്യാവശ്യം വേറെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ പ്ലെയറിൻ്റെ സെക്ഷൻ നോക്കിച്ചിട്ടുണ്ടെങ്കിൽ മൂവ്മെൻറ്റ് സ്പീഡ് കൂടും 5%. അത് നല്ല കാര്യം. കാരണം ഇത് നടന്നെത്തുമ്പോൾ ഭ്രാന്ത പിടിക്കും. അപ്പോൾ
അത് 40 കൊടുത്തിട്ടുണ്ടെങ്കിൽ മൂവ്മെൻറ്റ് സ്പീഡ് ഇൻക്രീസ് ആവും 5%. പിന്നെ ലോങ് ടേം ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ബാസ്ക്കറ്റ് പ്രൈസ് ഇൻക്രീസ് ആവും 10%. ലൈക്ക് തിങ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന പൈസ കുറച്ച് കൂടും, അങ്ങനെ വല്ല ആയിരിക്കണം. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അത് അപ്ഗ്രേഡ് ആക്കണം. അപ്പോൾ ഫസ്റ്റ് ഞാൻ മൂവ്മെൻറ്റ് സ്പീഡ് ചെയ്യണം. ഇപ്പോൾ എന്തായാലും ഫസ്റ്റ് ഞാൻ മൂവ്മെൻറ്റ് സ്പീഡ് അപ്ഗ്രേഡ് ആക്കാണ്. ഓക്കെ, 40 ഡോളർ കൊടുത്ത് അത് അപ്ഗ്രേഡ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ലോങ് റേസ്റ്റോറൻറ്റ് ഇത് ചെയ്യണമെന്നുണ്ട്, അതിനൊരു 53 ഡോളർ കൊടുത്ത് അതും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതിന് പ്ലെയർ ലെവൽ കൊടുക്കണം, എന്നുവെച്ചാൽ അടുത്ത അപ്ഗ്രേഡ് ഇട്ടുള്ളൂ. കസ്റ്റമേഴ്സിൻ്റെ പൈസ ഞാൻ പിന്നെ ചെയ്യാം. പിന്നെ ലോണ്ടറി അപ്ഗ്രേഡ് എന്നൊരു സംഭവമുണ്ട്. ഇതിൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഇതാണ്ട ടിപ്പ് കൂടുതൽ കിട്ടും. ഇത് നല്ലൊരു കാര്യമാണ്. പിന്നെ അപ്പുറത്തേലും ടിപ്പ് കൂടുതൽ തന്നെ. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യണമെന്നുണ്ട്, പക്ഷെ ചെയ്യാൻ കുറച്ച് പൈസ വേണം. പിന്നെ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടൂൾസിൻ്റെ സെക്ഷൻ ഉണ്ട്, അത് ഞാൻ പിന്നെ കഴിഞ്ഞ വീഡിയോ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ചെയ്യണമെന്നുണ്ട്. ചെയ്യണതോ സ്കിൽ അപ്ഗ്രേഡ് ആക്കണമെന്ന് ഞാൻ ആലോചിക്കണം. ഇതിനെ കണ്ടിട്ട് ചെയ്യാം. ഈ സാധനം ചെയ്യാം, റോളർ. ഇതാകുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം മറ്റേ തുണി ഇതായി കിട്ടും. ഇത് 10-15 പ്രാവശ്യം അടിക്കണം, എന്നുവെച്ചാൽ തുണി ഒന്ന് ക്ലീൻ ആവുള്ളൂ. അപ്പോൾ ഒന്ന് അപ്ഗ്രേഡ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അതും അപ്ഗ്രേഡ് ആയി. ഇപ്പോഴത്തെ നമ്മളെ കയ്യിലെ പൈസ ഒരുവിധം കാലിയായി. ഇനിയിപ്പോൾ വീണ്ടും ഉണ്ടാക്കണം പൈസ. ഇപ്പം എന്തായാലും ഉള്ള തൂണൊക്കെ അതാകട്ടെ. റാങ്ക് ചലഞ്ച് ഇപ്പോൾ കംപ്ലീറ്റ് ആവും. ജസ്റ്റ് 1 കസ്റ്റമർ. അപ്പോൾ ഓക്കെ, നമ്മളെ കസ്റ്റമേഴ്സ് ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരാൾ കൊടുത്തിട്ട് ചലഞ്ച് ആയിട്ട് കംപ്ലീറ്റ് ആക്കാം. ഓക്കെ, ഒരാൾ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത സെക്കൻഡ് ആൾ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ തേർഡ് അതും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ചലഞ്ച് കംപ്ലീറ്റ് ആയിട്ട് ഇനിയിപ്പോൾ ഫോണിൽ പോയിട്ട് ക്ലെയിം ആക്കാം. എത്ര പോയിട്ട് നോക്കട്ടെ. എടാ, പൈസ ഒന്നും കിട്ടിയില്ല. അടിച്ച് പൈസ കിട്ടുമെന്ന്. അത് ബാഡായി, പൈസ കിട്ടുന്നുള്ളത്. ഇപ്പം എന്തായാലും നമ്മളെ ചലഞ്ച് റാങ്ക് ലെവൽ 2 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിപ്പോൾ 2ൻ്റെ കാര്യങ്ങൾ ചെയ്യാം. അതിനു മുമ്പ് ഞാൻ ഇവിടെ വന്നവർക്കൊക്കെ ഒന്ന് സാധനം എടുത്ത് കൊടുക്കട്ടെ. ഓക്കെ, അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് ട്യൂട്ടോറിയൽസ് വന്നിട്ടുണ്ട് ചലഞ്ചിൽ. അപ്പോൾ നമുക്ക് ട്യൂട്ടോറിയൽ എന്താ നോക്കാം. ഫസ്റ്റ് ട്യൂട്ടോറിയൽ അൺലോക്ക് കോയിൻ ലോണ്ടറി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ഫസ്റ്റ് ട്യൂട്ടോറിയൽ. അപ്പം നമ്മൾ ട്രാക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനിപ്പോൾ എങ്ങനെ ഓക്കെ നമ്മൾ പീസ് എടുത്ത് പോകണം. അതിൽ ബ്ലൂ പ്രിന്റ് കാരണം ഇപ്പോൾ നമ്മളെ ഇതേണ്ട നമ്മളെ കോയിൻ ലോണ്ടറിയുടെ സാധനം $125 കോയിൻ ലോണ്ടറിക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് $125 കൊടുത്തില്ല കോയിൻ ലോണ്ടറി തുറക്കണമെന്നുണ്ട്. പക്ഷെ നമ്മളെ കയ്യിൽ ഇപ്പോൾ $125 ഇല്ല, അതാണ് പ്രശ്നം. അപ്പോൾ എന്തായാലും നമുക്ക് അത്രയും ഡോളർ സെറ്റ് ആക്കിയിട്ട് അത് ചെയ്യാം. അപ്പോൾ അതിനൊന്ന് സെറ്റ് ആക്കട്ടെ. അല്ലെങ്കിൽ കോയിൻ ലോണ്ടറി നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡ് സെറ്റ് ആക്കിയാലോ. ഈ എപ്പിസോഡ് നമുക്ക് സ്റ്റാഫിനെ വരുത്താം. അതല്ലേ നല്ല ഐഡിയ. വെയിറ്റ് പിന്നെ ഞാൻ വേറെ എന്തൊക്കെ ഉള്ളത് നോക്കട്ടെ. ചലഞ്ച് റോയൽ അൺലോക്ക് മിനി മാർട്ട് ലോട്ട് ബോക്സ്. അത് മിനി മാർട്ട് ഞാൻ ആ സ്റ്റോറി കണ്ടിട്ടുണ്ടായിരുന്നു. അല്ല, PC കണ്ടിട്ടുണ്ടായിരുന്നു മിനി മാർട്ടിൻ്റെ ഓപ്ഷൻ ബ്ലൂ പ്രിന്റിൽ തന്നെ. മിനി മാർട്ട് അൺലോക്ക് ആക്കാൻ പറ്റും. അതിന് $69. വെയിറ്റ്. അപ്പോൾ സ്റ്റാഫിന് എത്ര നോക്കട്ടെ. ഓക്കെ, സ്റ്റാഫിന് $110. അടുത്ത സ്റ്റാഫിന് $200. സ്റ്റാഫാണ് കുറച്ച് ടാസ്ക്. ഇനിയിപ്പോൾ എന്താകും. അപ്പം അങ്ങനെ കുറേ നേരത്തെ ചിന്തയ്ക്ക് ശേഷം ഞാൻ ഒരു നിഗമനത്തിലെത്തിരിക്കുകയാണ്. ഞാൻ സ്റ്റാഫിനെ തന്നെ എടുക്കാൻ വിചാരിച്ചു. കാരണം സ്റ്റാഫിനെ എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പണി ഒന്ന് കുറച്ചൊരു എളുപ്പമാവും. അപ്പോൾ നമുക്ക് കോയിൻ ലോണ്ടറിക്കുള്ള പൈസയും സെറ്റാക്കാൻ പറ്റും. കോയിൻ ലോണ്ടറിയും മിനി മാർട്ടും ഒക്കെ നെക്സ്റ്റ് എപ്പിസോഡിൽ എന്തായാലും സെറ്റാക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ എപ്പിസോഡ് ഞാൻ ഇപ്പോൾ സ്റ്റാഫിന് എടുക്കാനുള്ള ഫണ്ട് സെറ്റാക്കട്ടെ. സ്റ്റാഫിന് എടുക്കാൻ നിസ്സാര ചിലവൊന്നുമല്ല കേട്ടോ, നല്ല ഫണ്ട് വേണം. $110-200 വേണ്ടത്. പാകൻ നമ്മളെ കയ്യിൽ എത്ര $98 ഉള്ളൂ. അപ്പോൾ $110 ആക്കിയിട്ട് ഫസ്റ്റ് ഒരു സ്റ്റാഫിന് എടുക്കാം. എന്നിട്ട് വീണ്ടും $200 ആക്കിയിട്ട് നമുക്ക് അടുത്ത സ്റ്റാഫിന് എടുക്കാം. എന്തായാലും ഈടെ ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഞാൻ എന്താക്കിയിട്ട് ക്ലിയർ ഔട്ട് ചെയ്തിട്ട് അടുത്ത ഡേക്ക് കിടക്കട്ടെ. എന്നിട്ട് അടുത്ത ഡേയിൽ ഒരു സ്റ്റാഫിനെ എടുക്കാൻ നോക്കാം. അതിന് മുമ്പ് ഇതൊന്ന് ഞാൻ ആക്കട്ടെ. ഈ സാധനം അപ്ഗ്രേഡ് ചെയ്തതിന്റെ ഗുണം കണ്ടോ? 2 അടിക്കാൻ സാധനം, അല്ലെങ്കിൽ ഞാൻ 3-4 പ്രാവശ്യമായിട്ട് അമർത്തണം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നത്തെ ദിവസത്തെ അവസാന സാധനം കൊടുത്തു കഴിഞ്ഞ് ഡ്രസ്സും ഇനിയിപ്പോൾ ഒന്ന് ഇവിടെ ക്ലീൻ ആകട്ടെ. ഓക്കെ, ക്ലീൻ ആയിട്ട് ഇനി നമുക്ക് ഡെലിവറി പൊട്ടിയിൽ പോവാം. എന്നിട്ട് നെക്സ്റ്റ് ഡേ ആക്കാം. ഒപ്പം തന്നെ സ്റ്റാഫിനെയും കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പ്രോഫിറ്റ് $64 കുറവാണ്, എന്നാലും കുഴപ്പമില്ല. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ഡേ ആയിട്ട് ഇനിയിപ്പോൾ നേരെ പോയി സ്റ്റാഫിനെ അൺലോക്ക് ആകട്ടെ. $156 ആയിട്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റാഫിനെ അൺലോക്ക് ആകാം. ഓക്കെ, എല്ലാനാണ് നമ്മളെ ഫസ്റ്റ് സ്റ്റാഫ്. ഇത് തുടക്കാനും മടക്കാനാണ്. തുടക്കാനും മടക്കാനല്ല, തേക്കാനും മടക്കാനാണ് ഈ സ്റ്റാഫ്. അപ്പോൾ $110. ഓക്കെ, അപ്പം സ്റ്റാഫിന് അൺലോക്ക് ആക്കി. ഇപ്പോൾ സാലറി കൊടുക്കണം. ഡെയിലി $2 ഈ സ്റ്റാഫിന്റെ സാലറി. ഇപ്പോൾ ഒരു ഓട്ടോ പേ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മിങ്ങനെ ഡെയിലി സാലറി ഇങ്ങനെ കമ്പ്യൂട്ടറിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓട്ടോ പേ ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, സ്റ്റാഫിനെ കൊണ്ടുവന്നുണ്ട് ഫസ്റ്റ് സ്റ്റാഫ്. അപ്പോൾ അതാണ്ട് നമ്മളെ ഫസ്റ്റ് സ്റ്റാഫ് ഇവളാണ് നമ്മളെ ഫസ്റ്റ് സ്റ്റാഫ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നിപ്പോൾ നമ്മളെ ലോണ്ടറി തുറക്കാം. ഓക്കെ, അപ്പോൾ തുറന്നുണ്ട്. ഇനിയിപ്പോൾ കസ്റ്റമേഴ്സ് വരട്ടെ, എന്നിട്ട് സ്റ്റാഫിന്റെ യൂസ് എങ്ങനെ നോക്കട്ടെ. ഇനി വേഗം ഒരു $200 സെറ്റ് ആക്കിയിട്ട് നമുക്ക് അടുത്ത സ്റ്റാഫിനെ എടുക്കണം, കാഷ്യറിനെ. അത് കുറച്ച് ടാസ്ക്കാണ്. $200 സെറ്റാക്കാൻ പറ്റുമെന്ന് അറിയില്ല, നോക്കാം. അപ്പോൾ ഓക്കെ, കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മളെ ഡ്രസ്സുകൾ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓരോന്നോരോന്നായിട്ട് അലക്കാണ്ടിട്ടെ. ഓക്കെ, അപ്പോൾ നമ്മളെ ഇതായിട്ട് ഇനിയിപ്പോൾ അത് അവിടെ കൊണ്ട് വെച്ച് നോക്കട്ടെ.
ഓക്കെ അപ്പൊ പുട്ടടിച്ചിട്ടുണ്ട്. ഓ ദാണ്ട വന്ന് തേക്കണ് മോക്കറിനെ പോയി. ഓ ശിപ്പ് അങ്ങനെ ടെൻഷനെങ്കിൽ ഇവിടെ എന്തെടുക്കാ നേരെ കൊണ്ടേ തലക്കടിയാൻ വേണ്ടി ഇവിടെ നോക്കട്ടെ. അതാണ്ടേ തന്നെ വാടാ നീ വാ. ഓക്കെ അവനെ തല്ലോടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് നേരെ പോയി വീണ്ടും നമ്മൾ സ്റ്റാഫിന്റെ പണി നോക്കട്ടെ. അതെല്ലാം തേച്ചവിടക്ക് വെച്ചാ. ഓ ഇതിപ്പോ ലാഭമായല്ലോ. ലൈക്ക് നമ്മ അവിടെ സാധനം കൊണ്ട് വെച്ചാൽ മതി. ഇതിപ്പോൾ തേച്ച് തേച്ച് മടക്കി വെച്ച് അവിടെ കൊണ്ട് വെച്ചോളൂ. പിന്നെ പണി ഒന്ന് ഒരുവിധം സിമ്പിളായിട്ടുണ്ട്. കാരണം വലിയൊരു ടാസ്ക് ഒഴിവായി കിട്ടി. അപ്പം എന്തായാലും ഞാൻ ബാക്കിയും കൂടി ഒക്കെ ഒന്ന് സെറ്റ് ആക്കട്ടെ. സ്റ്റാഫിൻ്റെ ഒന്നുകൂടി നമുക്ക് പണി കൂടിയിട്ടാണ്. കാരണം കസ്റ്റമേഴ്സ് ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാഫ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ അവിടുത്തെ ഒരു പണി നോക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ടൈം കുറച്ചധികം കിട്ടുമല്ലോ അലക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ടൈമിൽ നമുക്ക് കസ്റ്റമേഴ്സ് ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഓ ഇതിപ്പോൾ അങ്ങനെ പണി നമുക്ക് വേഗം മറ്റേ ഇവിടുന്ന് പറ്റത്തിട്ട് ഇവിടെ വാഷിംഗ് മെഷീൻ കൊണ്ടിടൂലേ ആ ടീമിനെ അതിനെ സെറ്റാക്കാൻ ലോണ്ടറി ലെവൽ 3 ടാസ്ക്. കാരണം അവിടെയും ഇവിടെ എല്ലായിടത്തും കൂടി നോക്കുമ്പോൾ ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് ഒരു $200 സെറ്റ് ആക്കണം. ഇന്നത്തെ ദിവസം ഇപ്പൊ കഴിയാനായിട്ട് ഇപ്പൊ $84 ആയിട്ടുള്ളൂ. $200 സെറ്റ് ആക്കാൻ എന്തായാലും നാളെയും കൂടി കുത്തിരുന്ന് കഷ്ടപ്പെടേണ്ടി വരും. എന്തായാലും വേഗം ഒന്ന് സാധനങ്ങളൊക്കെ കൊടുത്തു തീർക്കട്ടെ. അപ്പോൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസത്തെ ലാസ്റ്റ് കസ്റ്റമർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ $147 ആയിട്ടുണ്ട്. ഇനി $52 സംതിങ് മതി. അതാണ് നമുക്ക് പറ്റിയ ഡെയിലി റിപ്പോർട്ട് ആകട്ടെ. ഇന്നത്തെ പ്രോഫിറ്റ് ഒക്കെ $122.71 ആണ് ഇന്നത്തെ പ്രോഫിറ്റ്. അപ്പോൾ പ്രോഫിറ്റ് നാളെ കൂടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ സുഖമായിരുന്നു. നല്ല പക്ഷേ അതിനനുസരിച്ച് പണിയെടുത്തിന് കേട്ടോ. അന്ന് നല്ല ടാസ്ക് ആയിരുന്നു ഇന്നലത്തെ പണി. അപ്പം ഫസ്റ്റ് വന്നിട്ട് സ്റ്റോർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കസ്റ്റമേഴ്സ് വരുന്നവരെ വെയിറ്റ് ആക്കണം. ഇന്നലെ അതിനിടയ്ക്ക് ഞാൻ ക്ലീനിങ് നടത്തി. ക്ലീനിങ് ഞാൻ അങ്ങനെ ടൈം കിട്ടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വൃത്തിയാക്കണ്ടായിരുന്നു. കാരണം ക്ലീൻ ആയിട്ടില്ലെങ്കിൽ മറ്റേ കസ്റ്റമേഴ്സ് ടിപ്പ് തരില്ല. ആ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ പിന്നെ ക്ലീനിങ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ടായിരുന്നു. കസ്റ്റമേഴ്സ് വന്നു തുടങ്ങി. ഇനിയിപ്പോൾ ഞാൻ അവർക്കെല്ലാം ഇനിയിപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കട്ടെ, അലക്കാടട്ടെ. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ $200 ആകുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം. അതായിരിക്കും നല്ലത്. ഓക്കെ അപ്പോൾ കളിച്ചിട്ടുണ്ടെങ്കിൽ $200 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ വേഗം പോയിട്ട് സ്റ്റാഫിനെ നോക്കട്ടെ. കസ്റ്റമേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രാന്ത് വരികയാണെങ്കിൽ അവിടെ നിന്നിട്ട് സ്റ്റാഫ് ഓപ്ഷൻ ഓക്കെ $1 ഓക്കെ. അപ്പോൾ $200 എടുത്തിട്ട് ഇവനെ ആക്കിയിട്ടുണ്ട്. ഓക്കെ അപ്പോൾ എനിക്കും ഓട്ടോ കൊടുത്തിട്ട് ഡെയിലി $2 സാലറി. ഇവൻ്റെ പണി കേഷ്യർ ആണ്. കാണിച്ചു തരാം അവൻ്റെ പണി. കണ്ട ഇവനിങ്ങനെ സാധനങ്ങൾ എടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ പിന്നെ അവിടെ അവർക്ക് കൊടുക്കേണ്ട ടാസ്ക് ഒഴിഞ്ഞിട്ടു. അതൊരു നല്ല കാര്യമാണ്. കാരണം ഇപ്പോൾ പിന്നെ നോക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ പെണ്ണ് അയൺ ചെയ്തിട്ട് അവിടെ കൊണ്ടുവച്ചോളും. അവനടുത്ത് ഇവർ കൊടുത്തോളും. അപ്പം വലിയൊരു കാര്യം വലിയൊരു തലവേന നമുക്ക് ഒഴിവാക്കിയിട്ടുണ്ട്. ആ 2 ഡിപ്പാർട്ട്മെന്റ് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഫുള്ളി ഓട്ടോമാറ്റിക് വേണ്ടി ഇനി നമുക്ക് ഇവിടെ കളക്ട് ചെയ്യാൻ പണി തന്നെ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്കുള്ള ടാസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇവിടുന്ന് ഡ്രസ്സ് എടുത്ത് അലക്കാണ്ട ഡ്രസ്സ് ഡ്രൈ എടുത്ത ഡ്രസ്സ് അവിടെ കൊണ്ടുവയ്ക്കാം. അതിൻ്റെ സൊല്യൂഷൻ കാണും. ലെവൽ 3 ആക്കിയിട്ടാണ് കാണും. അല്ല ലോണ്ടറി ലാംഗ് അത് വേണമെങ്കിൽ നമുക്ക് സുഖമായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു തലവേന ഒഴിവായിട്ടു. ഇത്രയും കഷ്ടപ്പെട്ട് പണിയെടുക്കേണ്ട ആവശ്യം വരില്ല. നമ്മളെ ഷോപ്പ് ക്ലോസ് ആയിട്ടുണ്ട്. 10 മണിയുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഉള്ള ഡ്രസ്സുകളൊക്കെ ഒന്ന് കൊടുത്തു തീർത്താൽ മതി. അതെന്തായാലും ഞാൻ വേഗം തീർക്കട്ടെ. എന്നിട്ട് ഷോപ്പ് ക്ലോസ് ആക്കിയിട്ട് വേണം നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ. കുറേ നേരം ഇരുന്ന് കളിക്കും. പിന്നെ ലോണ്ടറി ലെവൽ 2 ആയപ്പോഴാണ് വന്നത്. നമുക്ക് കുറച്ച് ഇത് വന്നിട്ടുണ്ട് ട്യൂട്ടോറിയൽസ്. ബ്രോക്കൺ മെഷീൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ നേരം വാഷിംഗ് മെഷീൻസ് ഉണ്ടെങ്കിൽ ആ വാഷിംഗ് മെഷീൻ ബ്രോക്കൺ ആവും. അപ്പം നമ്മൾ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് റെൻ്റ് എടുത്തിട്ട് അവൻ 4-5 കൊട്ടോട്ടി മതി. അപ്പോൾ റിപ്പയർ ആവും. അതാണ് ഫസ്റ്റ് പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ട്യൂട്ടോറിയൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഫ്ലോട്ടഡ് മെഷീൻ വെച്ചിട്ടുണ്ടെങ്കിൽ നിലത്ത് വെള്ളം വീഴും. അപ്പോൾ കസ്റ്റമേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അവിടെ നിന്ന് നിലടിച്ച് വീണിട്ടുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും. നമ്മളെ ടിപ്സ് കിട്ടില്ല. അതൊരു ഇഷ്യൂ ആണ്. പിന്നെ അത് നമ്മൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ തുടച്ച് കളയണം. പിന്നെ അടുത്ത വെച്ചിട്ടുണ്ടെങ്കിൽ നോട്ടി കസ്റ്റമേഴ്സ്. ഇയാളെ വന്നിട്ട് നമ്മൾ PC വന്നിരിക്കും. ഇയാളെ വന്നിരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പ്രശ്നം എന്നറിയില്ല. ഇയാളെ ഓടിക്കാൻ നമ്മൾ മറ്റേ ഫ്രണ്ട് എടുത്തിട്ട് തലക്കടിച്ചാൽ മതി, മറ്റേ സ്മോക്കറിനെ ചെയ്യുന്ന പോലെ. അപ്പോൾ ആളൊഴിഞ്ഞു കിട്ടും. അപ്പോൾ അതാണ് ഇപ്പോൾ പുത്തുന്നവരുടെ പ്രശ്നങ്ങളും പിന്നെ അതിനുള്ള ട്യൂട്ടോറിയൽസും. ഇവിടെ ഇപ്പോൾ നമ്മളെ സ്റ്റാഫ് നല്ല പോലെ തന്നെ പണിയെടുക്കുന്നുണ്ട്. ഒപ്പം നമ്മൾ അതിലേറെ പണിയെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിനെ 2 കൂടി ഉള്ളൂ. വേഗം വാത് അടുത്ത 2 പേര്. ഓക്കെ അടുത്ത ആൾ വന്ന്. ഓക്കെ അപ്പോൾ ലാസ്റ്റ് കസ്റ്റമർ എത്തി. വേഗത്ത് കൊടുക്കും. ഓക്കെ അപ്പോൾ ലാസ്റ്റ് കസ്റ്റമേഴ്സിന് സാധനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കയ്യിൽ $80 വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് ഡെയിലി റിപ്പോർട്ട് ഓട്ടുന്നുണ്ട്. വീടുണ്ട് വൈൻഡപ്പ് ചെയ്യാം. ഡെയിലി റിപ്പോർട്ടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് $133.88 ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്നലത്തേനാലും കൂടുതലാണ്. ഇന്നലെ 120 സംതിങ് ആയിരുന്നു. ഇന്ന് 133 ആയി. അപ്പോൾ എന്തായാലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഇനിയിപ്പോൾ ഞാൻ എന്തായാലും ഈ വീഡിയോ അടിച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ എന്തായാലും നമ്മൾ ഈ സെക്ഷൻ കോയിൻ ലോണ്ടറി അത് ഓപ്പൺ ആക്കുന്നതായിരിക്കും. പിന്നെ മറ്റേ കോയിൻ ലോണ്ടറി പിന്നെ മറ്റേ മിനി മാർട്ടും ഓപ്പൺ ആക്കുന്നതായിരിക്കും നമ്മൾ അടുത്ത വീഡിയോയിൽ. അത് ഉറപ്പായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അടിച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.